ചാനലുകൾ പൊതുവിൽ ലാഭക്കൊതി മാത്രം മനസ്സിൽ വെച്ച് നിസ്സാരങ്ങളായ കൗതുക പരിപാടികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഘട്ടത്തിലാണ് കൈരളി അശ്വമേധവും മാമ്പഴവും പോലെയുള്ള വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികളിൽ കൂടി ശ്രദ്ധ ചെലുത്തിയത്. അത് കൈരളിയുടെ വേറിട്ട മുഖത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് നാം കഴിയുന്നത്. ഓരോ നിമിഷവും പുതിയ അറിവുകളുണ്ടാകുന്നു. പഴയ അറിവുകളെ അത് അപ്രസക്തമാക്കുന്നു. പുതിയ അറിവുകളാൽ ആയുധമണിയുന്നവർക്ക് ലോക തൊഴിൽ കമ്പോളത്തിൽ പുതിയ കാലത്ത് മത്സരിച്ച് ജയിക്കാനാവും. അതിന് പ്രാപ്തമാവുന്ന തലമുറകളെ വാർത്തെടുക്കുന്നതിനും ഇത്തരം വൈജ്ഞാനിക വിനോദ പരിപാടികൾ കൂടിയേ തീരൂ. കേവലമായ രസിപ്പിക്കലുകൾക്കും ആക്ഷേപം ചൊരിയലുകൾക്കും അപ്പുറം മറ്റൊരു ധർമ്മവും തങ്ങൾക്ക് നിർവഹിക്കാനില്ല എന്ന് ദൃശ്യമാധ്യമങ്ങളിലൊരു വിഭാഗം കരുതുന്ന കാലം വന്നിരിക്കുകയാണ്. ബോധവൽക്കരണമെന്ന ധർമ്മം അത്തരം ദൃശ്യമാധ്യമങ്ങൾ ഉപേക്ഷിക്കുന്നു. ടെലിവിഷനുകൾക്കും പത്രങ്ങൾക്കും അറിയിക്കുക എന്നൊരു ധർമ്മം കൂടിയുണ്ടല്ലോ. അറിയുക എന്നത് വായനക്കാരൻ്റെ, പ്രേക്ഷകൻ്റെ അവകാശം കൂടിയാണ്. എന്നാൽ അറിയിക്കാതിരിക്കുക എന്നതായാലോ മാധ്യമങ്ങളുടെ ദൗത്യം? ആ ഭാഗത്തേക്ക് ഈ വേദി ഉപയോഗിച്ച് കൂടുതലായി ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അശ്വമേധത്തിൻ്റെ രേതജൂബിലി കൈരളി ടിവിയും സെർലയും പുതുതായി ആരംഭിക്കുന്ന നമ്മൾ മീഡിയ എന്ന ഓൺലൈൻ സ്ഥാപനവും ചേർന്ന് ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമായി. സ്റ്റാർ വിജയ് അടക്കമുള്ള മറ്റ് ചാനലുകളിലും അമേരിക്കയിലെ അടക്കമുള്ള വിദേശ മലയാളി സമൂഹങ്ങളിലും സ്വീകാര്യതയുള്ള ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഈ വിധത്തിലുള്ള ആഘോഷം അർഹിക്കുന്നു. മലയാളിയുടെ സ്വന്തം വൈജ്ഞാനികോത്സവമാണിത്. മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്ന പ്രസിദ്ധൻ്റെ പേർ പരിമിതമായ ചോദ്യങ്ങളുടെ താക്കോൽ കൊണ്ട് തുറന്നെടുക്കുന്ന ക്വിസ് മേജിക്കിൻ്റെ ആവിഷ്കർത്താവായ GS പ്രദീപിനെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നമ്മൾ മീഡിയ എന്ന നവമാധ്യമ ചാനലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായും അറിയിക്കട്ടെ. അസത്യങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന മാധ്യമങ്ങൾ കൂടിയുള്ള കാലമാണിത്. അവിടെ സത്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാനും നമ്മൾ മീഡിയക്ക് കഴിയട്ടെ. ജനങ്ങൾക്കിടയിൽ അതിന് വലിയ സ്വീകാര്യത ഉണ്ടാവട്ടെ. വസ്തുനിഷ്ഠമായി സംഭവങ്ങളെ സമീപിക്കാനും യാഥാർത്ഥ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങളെ അറിയിക്കാനും അതിന് കഴിയട്ടെ.